next structure of suppose sigma is an element in S10 like this. For example, sigma is 1, 2, 4, 5, 6, 7, 3, 4, 8, singleton 9, singleton 10. ഇവിടെ നോക്കിയേ, ഇവിടെ ലെങ്ത് 1 ആയിട്ടുള്ള 2 സൈക്കിൾ ഉണ്ടല്ലോ. അപ്പൊ സിഗ്മയുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഓഫ് സിഗ്മ ഈസ് ലെങ്ത് 1 ആയിട്ടുള്ള 2 സൈക്കിൾ. അപ്പൊ 1/2. അത് 1/2 എന്ന മീനിങ് അല്ല, അത് മീൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടി. ലെങ്ത് 1 ആയിട്ടുള്ള 2 സൈക്കിൾ, അപ്പൊ 1/2 എന്ന് എഴുതി. അടുത്ത് ലെങ്ത് 2 ആയിട്ടുള്ള ലെങ്ത് 2 ആയിട്ടുള്ള ഒരു സൈക്കിളേ ഉള്ളൂ. അപ്പൊ ലെങ്ത് 2 ആയിട്ടുള്ള ഒരു സൈക്കിൾ, ലെങ്ത് 2 ആയിട്ടുള്ള ഒരു സൈക്കിൾ 2/1. അടുത്ത് ലെങ്ത് 3 ആയിട്ടുള്ള എത്ര പേരുണ്ട്? ലെങ്ത് 3 ആയിട്ടുള്ള രണ്ട് സൈക്കിൾസ് ഉണ്ട്. അപ്പൊ ലെങ്ത് 3 ആയിട്ടുള്ള 2 സൈക്കിൾസ് ഉണ്ട്. അപ്പൊ 3/2. ഇതാണ് ഈ പെർമ്യൂട്ടേഷന്റെ സ്ട്രക്ചർ. ഇതാണ് സ്ട്രക്ചർ ഓഫ് പെർമ്യൂട്ടേഷൻ. ഇതാണ്. ഇനി ഞാൻ വേറൊരു പെർമ്യൂട്ടേഷൻ മ്യൂ എടുത്തു. മ്യൂ ഇങ്ങനെയാണ് 1, 4, 7, 2, 8, 5, 10, 9, 3, 6. ഈ പെർമ്യൂട്ടേഷന്റെ സ്ട്രക്ചറും എന്ത് തന്നെയാണ്? ലെങ്ത് 1 ആയിട്ടുള്ള 2 സൈക്കിൾ 1/2. ലെങ്ത് 2 ആയിട്ടുള്ള ഒരു സൈക്കിൾ 2/1. ലെങ്ത് 3 ആയിട്ടുള്ള 2 സൈക്കിൾ 3/2. അപ്പോ ഈ 2 പെർമ്യൂട്ടേഷന്റെയും മ്യൂ എന്ന പെർമ്യൂട്ടേഷന്റെയും സിഗ്മ എന്ന പെർമ്യൂട്ടേഷന്റെയും സ്ട്രക്ചർ സെയിം ആണ് അല്ലെ? മ്യൂ എന്ന പെർമ്യൂട്ടേഷന്റെയും സിഗ്മ എന്ന പെർമ്യൂട്ടേഷന്റെയും സ്ട്രക്ചർ സെയിം ആണ്. ഇനി എനിക്ക് വീണ്ടും S10 നിന്ന് ഇതേ സ്ട്രക്ചർ ഉള്ള ഒരു എലമെന്റിനെ പറഞ്ഞൂടെ? ഇതേ സ്ട്രക്ചർ ഉള്ള വേറെ എലമെന്റ് പറയാൻ സാധിക്കുമല്ലോ. ഇപ്പോ വേറെ എലമെന്റ് എനിക്ക് പറയാൻ സാധിക്കും റോ. ഇതേ സ്ട്രക്ചർ ഉള്ള എലമെന്റ് ഒരാൾ എക്സാമ്പിൾ പറഞ്ഞ, ആരെങ്കിലും പെട്ടെന്ന് പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ് ഇതേ സ്ട്രക്ചർ ഉള്ള വേറൊരു പെർമ്യൂട്ടേഷൻ S10 ഇതേ സ്ട്രക്ചർ ഉള്ള വേറൊരു പെർമ്യൂട്ടേഷൻ പറഞ്ഞ് പറയടോ ഒരാള്. ഇതേ സ്ട്രക്ചർ ഉള്ള ഒരു ലെങ്ത് 1 ഉള്ള 2 സൈക്കിൾ, ലെങ്ത് 2 ഉള്ള ഒരു സൈക്കിൾ, ലെങ്ത് 3 ഉള്ള 2 സൈക്കിൾസ് വരുന്ന ഒരു പെർമ്യൂട്ടേഷൻ റോ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞൂടെ? ഇപ്പോ 10, 8 അല്ലെ, 9, 2, പിന്നെ 1, 3, 5, 4, 6, 7. ശരിയല്ലേ? ഇതെല്ലാം ഡിസ്റ്റിങ്ക്ട് സൈക്കിൾസ് അല്ലേ? കോമൺ ആയിട്ട് അതൊന്നും ഇല്ലല്ലോ. ഇവിടെ ഈ 2, 3ന്റെ അല്ല, ലെങ്ത് 1 ആയിട്ടുള്ള 2 സൈക്കിൾസ് ഉണ്ട് 9 ഉം 2. ലെങ്ത് 2 ആയിട്ടുള്ള ഒരു സൈക്കിൾ ഉണ്ട്. ലെങ്ത് 3 ആയിട്ടുള്ള 2 സൈക്കിൾ ഉണ്ട്. അപ്പൊ ഇതേപോലെ ഒത്തിരി പെർമ്യൂട്ടേഷൻസ് ഇതേ സ്ട്രക്ചറുള്ള വേറെയും സ്ട്രക്ചറുള്ള കുറെ എലമെന്റ്സ് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ? അപ്പോ വേറെയും സ്ട്രക്ചർ ഓഫ് എ പെർമ്യൂട്ടേഷൻ ഇൻ S ആണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഇങ്ങനെ സിഗ്മ ഇസ് ഈക്വൽ ടു 1, 2, 4, 5, 3, 4, 6, 7, 3, 4 പറയുന്നില്ല, 3, 8, 9, 10. ഈ പെർമ്യൂട്ടേഷന്റെ സ്ട്രക്ചർ എന്താണ്? സ്ട്രക്ചർ ഓഫ് സിഗ്മ എന്താണ്? സ്ട്രക്ചർ ഓഫ് സിഗ്മ ഈസ് 1 ലെങ്ത് ഉള്ള 0 സൈക്കിൾ. ലെങ്ത് 1 ആയിട്ടുള്ള സൈക്കിൾ ഇല്ല. ലെങ്ത് വേണ്ട. അപ്പൊ അവിടെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ലെങ്ത് 1 ആയിട്ടുള്ള സൈക്കിൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എഴുതണേ? വിട്ടേ. അതായത്
ഇവിടെ ലെങ്ത് 1 ആയിട്ടുള്ള സൈക്കിൾ ഇല്ലല്ലോ, ലെങ്ത് 2 ആയിട്ടുള്ള എത്ര സൈക്കിൾ ഉണ്ട്? ലെങ്ത് 2 ആയിട്ടുള്ള 2 സൈക്കിൾസ് ഉണ്ട്, 3 സൈക്കിൾസ് ഉണ്ട്. ലെങ്ത് 2 ആയിട്ടുള്ള 3 സൈക്കിൾസ് ഉണ്ട്, ലെങ്ത് 3 ആയിട്ടുള്ള 1 സൈക്കിളുകൾ. അപ്പൊ ഇതാണ് ഈ പെർമ്യൂട്ടേഷന്റെ സ്ട്രക്ചർ. ശരിയല്ലേ? ലെങ്ത് 4 ആണ്, സോറി, ലെങ്ത് 4 ആയിട്ടുള്ള 1 സൈക്കിൾ, ലെങ്ത് 2 ആയിട്ടുള്ള 3 സൈക്കിൾ, ലെങ്ത് 4 ആയിട്ടുള്ള 1 സൈക്കിൾ. ഇവിടെ അത് ശരിയാണെന്ന് നോക്കാൻ വേണ്ടിട്ടേ 2 into 3 മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് 4 into 1 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 10 വരും. അങ്ങനെ കിട്ടണം. അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ അതിന്റെ ഡെഫിനിഷൻ പറയാം. Let sigma element of Sn and sigma has n1 cycles of length n1 cycles of length L1, ലെങ്ത് L1 ആയിട്ടുള്ള n1 എണ്ണം സൈക്കിൾസ് ഉണ്ട്, n2 cycles of length L2, ലെങ്ത് ഉള്ള n2 സൈക്കിൾസ് ഉണ്ട്, n3 cycles of length L3, etc. nr cycles of length LR, then sigma can be decomposed into product of, then sigma decomposes into product of disjoint cycles, that is sigma is equal to L1 raised to n1, L1 ലെങ്ത് ഉള്ള n1 സൈക്കിൾസ് ഉണ്ട്, L2 ലെങ്ത് ഉള്ള n2 സൈക്കിൾസ് ഉണ്ട്, L3 ലെങ്ത് ഉള്ള n3 സൈക്കിൾസ് ഉണ്ട്, എക്സെട്ര LR ലെങ്ത് ഉള്ള nr സൈക്കിൾസ് ഉണ്ട്. ഈ സിഗ്മനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ റിസൾട്ട് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് വിത്ത് ദിസ് സ്ട്രക്ചർ. we have ഇവിടെ ഒരു പെർമ്യൂട്ടേഷൻ സിഗ്മ എന്ന പെർമ്യൂട്ടേഷന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. 2⁵5 എന്ന് മാത്രമാണ്. അടുത്ത് 2⁵5 ആണിത്. ടു 2⁵5 ആകുമ്പോൾ എക്സ്റ്റേണല്. ഇനി ഒരെണ്ണം ഇങ്ങനെയാണ്, സിഗ്മ ഇങ്ങനെയാണ്. അപ്പൊ സിഗ്മ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 2⁵5 കുറച്ച് എളുപ്പത്തിൽ. സിഗ്മ ഇസ് ഈക്വൽ ടു S5 എടുക്കാമേ. S5 1 2 3 4 5 ഇതൊരു പെർമ്യൂട്ടേഷൻ ആണ്. മ്യൂ എന്താ? മ്യൂവിനെ എങ്ങനെ എടുക്കുന്നു? 1 3 2 4 5. നോക്കിയേ, ഇത് രണ്ട് ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻസ് ആണ്, പക്ഷെ രണ്ടിന്റെ സ്ട്രക്ചർ സെയിം അല്ലേ? സിഗ്മന്റെ മ്യൂവിന്റെ സ്ട്രക്ചർ സെയിം അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സിഗ്മന്റെ ഓർഡറും മ്യൂവിന്റെ ഓർഡർ എത്ര? ഇവിടെ സിഗ്മന്റെ ഓർഡർ എത്ര? നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു റിസൾട്ട് പറഞ്ഞല്ലേ, സിഗ്മന്റെ ഓർഡർ എന്താ? ഓർഡർ ഓഫ് എ സിഗ്മ ഇസ് ദ LCM ഓഫ് ലെങ്ത് ഓഫ് സൈക്കിൾസ് എന്നല്ലേ?
ഓർഡർ ഓഫ് സിഗ്മ എന്താ? LCM ഓഫ് ലെങ്ത് ഓഫ് സൈക്കിൾസ് ഏതൊക്കെ? 2, 2, 1. എത്രയാ? 2 ആണ്. അതുപോലെ ഓർഡർ ഓഫ് മ്യൂ, മ്യൂവിന്റെ ഓർഡർ എന്തായിരിക്കും? LCM ഓഫ് ലെങ്ത് ഓഫ് സൈക്കിൾസ് 2, 1, 2 അല്ലെ? എന്നാൽ 2 തന്നെയല്ലോ. അപ്പൊ രണ്ടിന്റെയും രണ്ട് പെർമ്യൂട്ടേഷൻസിന്റെയും ഓർഡർ സെയിം ആണ്. അപ്പൊ ഇവിടെ എന്ത് പറയാം? സെയിം സ്ട്രക്ചർ ഉള്ള പെർമ്യൂട്ടേഷൻസിന് അല്ലെ, സെയിം സ്ട്രക്ചർ ഉള്ള പെർമ്യൂട്ടേഷൻസിന് ഓർഡർ സെയിം ആയിരിക്കും അല്ലെ. We have if two permutations have same structure, if two permutations have the same structure, then they have same order. Then they have the same order. Then they have the same order. അല്ലെ? രണ്ട് പെർമ്യൂട്ടേഷന്റെ സ്ട്രക്ചർ സെയിം ആണെങ്കിൽ അവയുടെ ഓർഡർ സെയിം ആയിരിക്കും. തിരിച്ച് ഓർഡർ സെയിം ആണെന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ സെയിം ആവില്ല, തിരിച്ചു വരൂല. ശ്രദ്ധിക്കണം, തിരിച്ചു വരൂല. സ്ട്രക്ചർ സെയിം ആണെങ്കിൽ ഓർഡർ സെയിം ആയിരിക്കും. രണ്ട് പെർമ്യൂട്ടേഷൻസിന്റെ സ്ട്രക്ചർ സെയിം ആണെങ്കിൽ സെയിം ഓർഡർ ആയിരിക്കും. സെയിം ഓർഡർ എന്ന് പറഞ്ഞിട്ട് സെയിം സ്ട്രക്ചർ ആവൂല. എന്തുകൊണ്ടാ? ഇപ്പൊ നോക്കിയേ, ഇപ്പൊ S6 ഒരു എലമെന്റ് ആണിത്. 1, 2, 3 5, 6 4 ഫിക്സഡ്. ഇതിന്റെ ഓർഡർ ഓഫ് സിഗ്മ എത്രയാ? ഓർഡർ ഓഫ് സിഗ്മ ഈസ് LCM ഓഫ് ലെങ്ത് ഓഫ് സൈക്കിൾസ് 3, 2, 1, 6 ആണ്. ഇവിടെ സ്ട്രക്ചർ എന്താ? ഇതിന്റെ സ്ട്രക്ചർ സിഗ്മന്റെ സ്ട്രക്ചർ എന്താ? 3 ലെങ്ത് 1 ആയിട്ടുള്ള ഒരു സൈക്കിൾ, ലെങ്ത് 2 ആയിട്ടുള്ള ഒരു സൈക്കിൾ, ലെങ്ത് 3 ആയിട്ടുള്ള ഒരു സൈക്കിൾ. ഇനി മ്യൂ ഞാൻ ഇങ്ങനെ എടുക്കുന്നു. 1, 2, 3, 4, 5, 6 ഇതൊരു സൈക്കിൾ അല്ലേ? ഇതിന്റെ ഓർഡർ ഓഫ് മ്യൂ എത്ര? ലെങ്ത് ഓഫ് സൈക്കിൾ ആണ് അല്ലെ? ഒരു ലെങ്ത് ഓഫ് സൈക്കിൾ ആണ്. ലെങ്ത് ഓഫ് സൈക്കിൾ ഓർഡർ ഓഫ് സിഗ്മ, ഒരു സൈക്കിളിന്റെ ലെങ്ത്, സൈക്കിളിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ സൈക്കിളിന്റെ ലെങ്ത് തന്നെയാണ്. അപ്പൊ ലെങ്ത് ഓഫ് സൈക്കിൾ എത്ര? 6. രണ്ടിന്റെ ഓർഡർ സെയിം അല്ലേ? രണ്ട് മ്യൂവിന്റെയും സിഗ്മന്റെയും ഓർഡർ സെയിം അല്ലേ? അല്ലെ? പക്ഷെ എന്താ ഇതിന്റെ സ്ട്രക്ചർ എന്താ? ഇവിടുത്തെ സ്ട്രക്ചർ എന്താ? മ്യൂവിന്റെ സ്ട്രക്ചർ ഓഫ് മ്യൂ എന്താ? 6 ലെങ്ത് ഉള്ള ഒരു സൈക്കിൾ, 6/1. ഇവിടെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. പക്ഷെ ഓർഡർ സെയിം ആണ്. ഓർഡർ സെയിം ആണെങ്കിൽ സ്ട്രക്ചർ സെയിം ആവണമെന്നില്ല. പക്ഷെ സ്ട്രക്ചർ സെയിം ആണെങ്കിൽ രണ്ട് പെർമ്യൂട്ടേഷൻസിന്, if two permutations have the same structure, then they have the same order. ഇനി ഒരു റിസൾട്ട് ആയിട്ടാണ്. അതിന്റെ പ്രൂഫ് ഒന്നും നമ്മൾ എഴുതുന്നില്ല, അങ്ങനെ വിശദമായിട്ട് വേണ്ട. പ്രൂഫ് ഇല്ല, ടെക്സ്റ്റിലില്ല. റിസൾട്ടും നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് with the number of permutations with the structure, number of permutations with the structure L1 raised to N1, L2 raised to N2, L3 raised to N3, etc. LR raised to NR is equal to n factorial result ആണ് n factorial by L1 raised to N1, L2 raised to N2, etc. LR raised to NR into n1 factorial into
n2 factorial into etc. nr factorial. Number of permutations with this structure L1 raised to n1 into L2 raised to n2, L3 raised to n3, etc. Lr raised to nr is equal to n factorial divided by L1 raised to L1 raised to n1 into L2 raised to n2 into L3 raised to n3, etc. Lr raised to nr into n1 factorial, n2 factorial, etc. nr factorial. This is the result. Number of permutations with the structure is അപ്പോൾ ഈ സ്ട്രക്ചറിൽ വരുന്ന പെർമ്യൂട്ടേഷൻസ് ഉണ്ട്. ഇതേ സ്ട്രക്ചർ ഉള്ള എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടെന്നാണ്. ഇതേ സ്ട്രക്ചർ വരുന്ന പെർമ്യൂട്ടേഷൻസിന്റെ എണ്ണാണ്. ഒരു in Sn അങ്ങനെയൊക്കെ എഴുതാമെങ്കിൽ in Sn is in Sn is ഇപ്പോൾ Snനകത്ത് Sn അറിയാലോ എന്താണ് Sn 1 2 3 etc. n എന്ന സെറ്റിന്റെ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെയാണ് അത് ഗ്രൂപ്പ് ആയിരിക്കും, അതിനെയാണ് Sn എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് വിത്ത് ദ സ്ട്രക്ചർ L1 raised to n1 L2 raised to n2 etc. Lr raised to nr in Sn is n factorial by L1 raised to n1 L2 raised to n2 etc. Lr raised to nr into ഈ n1 factorial into n2 factorial etc. nr factorial. Number of permutations with this structure this. ഒരു ക്വസ്റ്റ്യൻ ആണ്. Question number of exercise question workout question ആണ് ബുക്കിലെ. number of find the number of elements of S7. Find the number of elements of order 3 in S7. Find the number of elements of order 3 in S7. Order 3 ഉള്ള S7 ൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ്. വേറെ ഒരു വഴിയില്ല അത് കണ്ടുപിടിക്കാൻ. നമ്മൾ ഈ പറഞ്ഞ സ്ട്രക്ചർ വെച്ചുള്ള പണിയാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ കുറച്ച് നോക്കിയേ, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 3 in S7. നമുക്കറിയാം S7 ൽ എത്ര എലമെന്റ്സ് ഉണ്ട്. S7 has 7 factorial elements ഉണ്ട് അല്ലെ. 7 factorial എന്ന് പറയുമ്പോൾ തന്നെ എത്രയാണ്? 720 ഇൻറ്റു വീണ്ടും 7 വരും. ഓക്കെ, അത്ര എലമെന്റ്സ് ആണ്. നമുക്ക് ഓർഡർ 3 ഉള്ള S7 ലെ എലമെന്റ്സുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. ഈ ഓർഡർ 3 വരണമെങ്കിൽ LCM എന്ത് വരണം? 3 വരണം അല്ലെ. ഇപ്പൊ ഞാൻ സിഗ്മ എലമെന്റ് ഓഫ് S7 ലെ ഒരു എലമെന്റ് എടുത്തു. ഇഫ് ഓർഡർ ഓഫ് സിഗ്മ ഇസ് ഈക്വൽ ടു S7 അല്ലെങ്കിൽ ഇങ്ങനെ if LCM ഓഫ് അല്ലെ LCM of length of cycles in sigma അങ്ങനെയാണല്ലോ നമ്മുടെ ഫോർമുല പറയണേ. LCM of length of cycles in sigma is equal to 3, then order of sigma is equal to 3 ആവും അല്ലെ. ഒരു സിഗ്മ എന്ന എലമെന്റ് S7 ൽ നിന്ന് എടുത്തു. സിഗ്മന്റെ ഓർഡർ 3 ആവണമെങ്കിൽ എന്താവണം?
അതിന്റെ സിഗ്മയിലുള്ള സൈക്കിളുകളുടെ ലെങ്തിന്റെ LCM എന്താവണം? 3 ആവണം. അപ്പൊ നിങ്ങൾ പറയും ലെങ്ത്, ഇവിടെ ഒരു കാര്യം ഉണ്ടായി, നമ്മൾ നേരത്തെ അത് പറയാൻ ഇവിടെ സിഗ്മ ഇസ് ഈക്വൽ ടു L1 റൈസ് ടു N1 L2 റൈസ് ടു N2 എക്സെട്ര എല്ലാ റൈസ് ടു N എന്ന് എടുത്തല്ലോ. അപ്പൊ അവിടെ വേണമെങ്കിൽ ഇതുകൂടെ അങ്ങ് എഴുതിയതായിരിക്കും. വേർ L1 into N1 plus L2 into N2 plus etc. LR into NR is equal to N ആണ്. Plus LR into NR is equal to N. അപ്പൊ ഇവിടെ ലെങ്ത് ഓർഡർ 3 വരണം. ഓർഡർ 3 വരണം. എത്ര പെർമ്യൂട്ടേഷൻ SM ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോ സിഗ്മ SM സിഗ്മന്റെ ഓർഡർ 3 ആണെങ്കിൽ സിഗ്മ SM എലമെന്റ് ആണ്, സിഗ്മ S7 ഒരു എലമെന്റ് ആണ്. സിഗ്മന്റെ ഓർഡർ 3 ആയിട്ട് വരണമെങ്കിൽ സിഗ്മയിലുള്ള സൈക്കിളുകളുടെ ലെങ്ത് എന്തായിരിക്കണം? സൈക്കിളുകളുടെ ലെങ്തുകളുടെ LCM 3 ആയിരിക്കണം. അപ്പൊ നോക്കിയേ, അപ്പൊ LCM 3 വരുന്ന സാധ്യതയുള്ള കേസുകൾ എന്താ? ആരുടെയൊക്കെ LCM 3 വരുള്ളൂ? LCM 3 വരണമെങ്കിൽ LCM ഓഫ് ആരുടെയൊക്കെ LCM ഇവിടെ 3 വരുള്ളൂ? 3-ന്റെയും 1-ന്റെയും LCM 3 വരും അല്ലെ? അടുത്ത LCM 3 1 ഒക്കെ വരാമല്ലോ. എന്നാലും 6 7 ആവണ്ടേ? പിന്നെ ആരുടെ LCM 3 വരും ഇവിടെ? 1 3 1 1 അല്ലെ? ഒരു കുറെ ആൾക്കാരുടെ LCM, എത്ര ആൾക്കാരായിക്കോട്ടെ, കുറെ ആൾക്കാരുടെ LCM 3 വരണമെങ്കിൽ ഉറപ്പായിട്ട് ഒരെണ്ണം 3-യും ബാക്കി എല്ലാം എന്താവണം? ഒരെണ്ണം 3 ആവാം, ഒരെണ്ണം 2 3 ആവാം. LCM ഓഫ് 3 3 അങ്ങനെ വരാലോ. 3 3 1 3 3 1-ന്റെ LCM 1 തന്നെയാണ്, 3 തന്നെയാണ്. അപ്പോ LCM 3 വരണമെങ്കിൽ രണ്ടോ അതിലധികമോ ആൾക്കാരുടെ LCM 3 വരണമെങ്കിൽ അതിൽ ഒരാൾ നിർബന്ധമായിട്ടും 3 ആയിരിക്കണം. അടുത്ത ആൾക്കാര് ഒന്നുകിൽ 1 ആയിരിക്കണം, അല്ലെങ്കിൽ 3 ആയിരിക്കണം. വേറെ ഇപ്പൊ 3-ന്റെയും 2-ന്റെയും LCM നമുക്ക് ഒരിക്കലും എന്ത് വരൂല? 3 വരൂല. അപ്പോ അതേസമയം 3-ന്റെയും 1-ന്റെയും LCM 3 വരും. 3-ന്റെയും LCM 3 വരും. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 വരാൻ പറ്റുന്ന രീതിയിൽ സൈക്കിൾസിനെ എങ്ങനെ ഫോം ചെയ്യാം? അപ്പോ then the structure of sigma may be ഒന്ന് ഇങ്ങനെ വരാം. എങ്ങനെയാ? ലെങ്ത് 1 ആയിട്ടുള്ള 4 സൈക്കിളും ലെങ്ത് 3 ആയിട്ടുള്ള ഒരെണ്ണവും അല്ലെ? 2 ലെങ്ത് 1 ആയിട്ടുള്ള ഒരെണ്ണവും ലെങ്ത് 3 ആയിട്ടുള്ള 2 എണ്ണവും. ഇനി വേറെ ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? വേറെ ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ലെങ്ത് 3 രണ്ട് നമ്പേഴ്സിന്റെ LCM 3 വരണം. ഈ രണ്ട് പോസിബിലിറ്റി അല്ല. ഇവിടെയാണെങ്കിൽ LCM എന്തായിരിക്കും? സൈക്കിളിന്റെ ഒരു ലെങ്ത് ഉള്ള സൈക്കിൾ ഉണ്ട്, 3 ലെങ്ത് ഉള്ള സൈക്കിൾ ഉണ്ട്. ഇവിടെ LCM 3 വരും. ഇവിടെയാണെങ്കിൽ ഒരു ലെങ്ത് ഉള്ള ഒരു സൈക്കിൾ ഉണ്ട്, 3 ലെങ്ത് ഉള്ള 2 സൈക്കിൾസ് ഉണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഇവിടെയും LCM 3 വരും. വേറെ 3 LCM വരണ വേറെ ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ഇവിടെ S7 ആണ്. 7 എലമെന്റ്സ് ഉണ്ട്. അതുകൂടി ആലോചിക്കാം. 7 എലമെന്റ്സ് ഉണ്ട്. S7 ആകുമ്പോ 1 2 3 എക്സെട്ര 7 ഡിജിറ്റ്സ് ഉണ്ട് അവിടെ. 7 ആൾക്കാരെ ഉപയോഗിച്ചിട്ടുള്ള പെർമ്യൂട്ടേഷൻസ് എഴുതുമ്പോൾ ആ പെർമ്യൂട്ടേഷൻസിന്റെ ഡിസ്റ്റിങ്ക്ട് സൈക്കിൾസിന്റെ LCM, ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ ലെങ്തുകളുടെ LCM 3 വരുന്ന രീതിയിൽ വേറെ ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ഒരു ലെങ്ത് ഉള്ള 4 സൈക്കിൾസും 3 ലെങ്ത് ഉള്ള ഒരു സൈക്കിളും.
ഒരു ലെങ്ത് ഉള്ള ഒരു സൈക്കിൾ 3 ലെങ്ത് ഉള്ള 2 സൈക്കിൾ. വേറെ ഏതെങ്കിലും ആൾക്കാരുടെ LCM 3 വരുമോ? വരത്തില്ല അല്ലെ? ഇനി അടുത്തത് നോക്കണേ, ഈ ലെങ്ത് ഉള്ള എത്ര സൈക്കിൾസ് ഉണ്ടെന്ന് നോക്കുക. ഈ സ്ട്രക്ചർ ഉള്ള എത്ര സൈക്കിൾസ് ഉണ്ട്? The number of permutations having the number of permutations having the structure having 1/4 into 3/1 as the structure is having 1/4, 3/1, the number of permutations in S7 having 1/4 into 3/1. The number of permutations in S7 having 1/4 into 3/1 as the structure is equal to എത്രയാ? നോക്കിയേ, പ്രീവിയസ് പേജ് നോക്കിയേ. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് with the structure L1 raised to N1, L2 raised to N2, etc. in Sn is n factorial by L1 raised to N1 into L2 raised to N2, etc. L raised to Nr into N1 factorial, N2 factorial, Nr factorial. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ in S7 having 1/4 and 3/1. 1/4 into 3/1 as the structure is. ഇവിടെ 4 + 3 7 ആയല്ലോ. ഇവിടെയും 1 + 6 7 ആയില്ലേ? ഇവിടെ S7 അല്ലേ? അപ്പൊ 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N7 അല്ലേ? 1/4 into 3/1 into 4 ഫാക്ടോറിയൽ into 1 ഫാക്ടോറിയൽ. ഇതല്ലേ ഫോർമുല? അപ്പൊ 7 ഫാക്ടോറിയലിന് എനിക്ക് എങ്ങനെ എഴുതാം? 4 ഫാക്ടോറിയൽ into 6 into 4 ഫാക്ടോറിയൽ into 5 into 6 into 7. താഴെ 4 ഫാക്ടോറിയൽ into 3. ബാക്കി 1 അല്ലേ രണ്ടും? അപ്പൊ എന്താവും? 4 ഫാക്ടോറിയൽ കട്ട് ചെയ്താൽ 3 ഉം 6 ഉം കൂടി 2 ആവും അല്ലേ? അപ്പൊ 70 ഉണ്ട് അല്ലേ? അപ്പോ ഇതേ സ്ട്രക്ചർ ഉള്ള 70 എലമെന്റ്സ് S7ലുണ്ട് അല്ലേ? 70 എലമെന്റ്സ് ഉണ്ട് ഇതേ സ്ട്രക്ചർ ഉള്ള. ഇനി അടുത്ത ഈ സ്ട്രക്ചർ ഉള്ളതാ 1/1 into 3/2. The number of permutations in S7 the number of permutations in S7 having 1/1 into 3/2 as structure, having 1/1 into 3/2 as the structure is, ഇവിടെ എന്താ ഫോർമുല? ഫോർമുല എന്താണ്? 7 ഫാക്ടോറിയൽ അല്ലേ? ഇവിടെ 7 ഫാക്ടോറിയൽ ബൈ 1/1 into 3/2 into 2 ഫാക്ടോറിയൽ. അപ്പോ 7 ഫാക്ടോറിയലിന് 1 2 3 4 5 6 7 ബൈ 3/2 9 അല്ലേ? അപ്പോ 3/2 3 into 3 into 2 2 കട്ട് ചെയ്യാം, 3 കട്ട് ചെയ്യാം, ഇവിടെ 3 കട്ട് ചെയ്യുമ്പോൾ 2 ആവും അല്ലെ? അപ്പൊ എന്തായി? അപ്പൊ ഇവിടെ 280 ആയി. നമുക്കപ്പോ ശ്രദ്ധിക്കുക, ഇതാക്കണേ, 2 സ്ട്രക്ചറാ ഉള്ളത്. ഏത്? LCM ലെങ്തുകളുടെ സൈക്കിളുകളുടെ ലെങ്തുകളുടെ LCM സൈക്കിളുകളുടെ ലെങ്തുകളുടെ LCM 3 വരുന്ന 2 സ്ട്രക്ചറേ ഉള്ളൂ. 1/4 into 3/1 ഉം 1/1 into 3/2. 1/4 into 3/1 എന്ന സ്ട്രക്ചറിൽ വരുന്ന പെർമ്യൂട്ടേഷൻസിന്റെ എണ്ണം S7ൽ 70 എണ്ണമാണ്. അടുത്ത് 1/1 into 3² എന്ന സ്ട്രക്ചറിൽ വരുന്ന S7ൽ എലമെന്റ്സുകളുടെ എണ്ണം 280 ആണ്. അങ്ങനെയാണെങ്കിൽ
ഈ ഫോമിലും വരണം, ഈ ഫോമിലും വരണം. മൊത്തം പെർമ്യൂട്ടേഷൻസിന്റെ എണ്ണം എന്തായിരിക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുക, 70 80 നമ്മൾ ആഡ് ചെയ്യുക അല്ലെ. ദെൻ number of elements of order 3, then the number of elements of order 3 is equal to number of elements having structure 1/4 into 3/1 plus number of elements having structure, number of permutations having structure 1/1 into 3/2. So answer is 70 plus 280. 70 plus 280 is equal to 350 elements. Order 3 ആയിട്ടുള്ള order 3 ആയിട്ട് S7 ൽ എത്ര elements ഉണ്ട്? 350 elements ഉണ്ട്. order 7 ആയിട്ട് order 3 ആയിട്ട് S7 ൽ 350 elements ഉണ്ട്. അത് ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഇനി how many elements of order 5 in how many elements of order 5 how many elements of order 5 in S7? S7 ൽ 5 ഓർഡറിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? S7 ൽ 5 ഓർഡറിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി എന്ത് നോക്കിയാൽ മതി? S7 ൽ S7 ലെ ഓർഡർ 5 ആയിട്ടുള്ള എത്ര എലമെന്റ്സ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. S7 ൽ ഓർഡർ 5 ആയിട്ടുള്ള ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല സിഗ്മ എലമെന്റ് ഓഫ് S7 ഒരു ആർബിട്രറി എലമെന്റ് ആണ്. ഇനി സപ്പോസ് ഓർഡർ ഓഫ് സിഗ്മ ഇസ് ഈക്വൽ ടു 5 അല്ലെ. ഓർഡർ ഓഫ് സിഗ്മ 5 വരണ്ടേ? 5 ഓർഡറിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഓർഡർ ഓഫ് സിഗ്മ 5 ആണെങ്കിൽ then എന്താ LCM of length of cycles in sigma. സിഗ്മയിലുള്ള സൈക്കിൾസിന്റെ ലെങ്തുകളുടെ LCM 5 വരണം അല്ലെ. അപ്പോ അങ്ങനെ 5 വരുന്ന LCM ലെങ്തുകളുടെ സൈക്കിളുകളുടെ ലെങ്തുകളുടെ LCM 5 വരുന്ന സിഗ്മകളുടെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? then structure of sigma may be എങ്ങനെയായിരിക്കും അവിടെ? structure of sigma may be ഒന്നെന്താ ആരുടെയൊക്കെ LCM 5 വരും? LCM 5 പറഞ്ഞ ആരുടെയൊക്കെ LCM ആ? 5-ന്റെയും 1-ന്റെയും LCM 5 ആണ്. അല്ലെങ്കിൽ 5-ന്റെ LCM 5 ആണ്. പക്ഷെ ഇവിടെ സൈക്കിൾ ആകപ്പാടെ 7 പേരേ ഉള്ളൂ. അപ്പോ 5 5 എടുത്താൽ 10 ആയി പോകും. അപ്പോ അത് പറ്റത്തില്ല. അപ്പോ ഏതൊക്കെ ചാൻസേ ഉള്ളൂ? 5-ന്റെയും 1-ന്റെയും LCM മാത്രമേ 5 വരുള്ളൂ. അപ്പോ സ്ട്രക്ചർ എന്തായിരിക്കും? 1/2 into 5/1 ആയിരിക്കും. വേറെ ഏതെങ്കിലും വരുമോ? 1/1 ലെങ്ത് ഉള്ള 2 സൈക്കിൾസും 5 ലെങ്ത് ഉള്ള 1 സൈക്കിൾസും മാത്രമേ കാണുള്ളൂ. ഇനി the number of elements in the number of
elements in S7 having the structure having 1:2 into 5:1 as the structure is ഈ സ്ട്രക്ചറിൽ വരുന്ന പെർമ്യൂട്ടേഷൻസിന്റെ എണ്ണം എന്താണ് 7 ഫാക്ടോറിയൽ ബൈ ഇവിടെ n7 അല്ലേ 1:2 into 5:1 into 2 ഫാക്ടോറിയൽ into 1 ഫാക്ടോറിയൽ അപ്പോൾ എന്താ വരിക 7 ഫാക്ടോറിയൽ 7 6 5 4 3 2 1 by 5 2 അല്ലേ 5 2 പോവാലോ ബാക്കി അല്ലേ 6 4 into 3 into 6 into 7 അല്ലേ this is the answer അല്ലേ 42 to 12 അപ്പോൾ അല്ലേ 504 എലമെന്റ്സ് ഉണ്ട് അല്ലേ S7 ഓർഡർ 5 ആയിട്ടുള്ള 504 എലമെന്റ്സ് ഉണ്ട് so how many elements of order order 4 does S6 have S6 ൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും ഓർഡർ 4 വരുന്ന S6 ൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും ഇവിടെ ഓർഡർ 4 വരുന്ന S6 ൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഹലോ ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടോ പിന്നെ ഇതെങ്ങനെയാ കുറെ ആൾക്കാർ ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഒത്തിരി നേരത്തെ കേട്ടോണ്ടിരിക്കണല്ലോ ആരെങ്കിലും ലെഫ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കണോ അല്ല എനിക്ക് ഈ ബോർഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ആ സ്ക്രീൻ എങ്കിൽ ഞാനിത് ക്ലോസ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാ പിന്നെ ശരി വിട്ടേക്ക് ഇപ്പോ എത്ര S6 ഓർഡർ 4 വരുന്ന എലമെന്റ്സുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് ഞാന് ഒരു എലമെന്റ് എടുക്കുന്നു സിഗ്മ S6 ൽ നിന്ന് ഒരു എലമെന്റ് എടുക്കും ഓർഡർ ഓഫ് സിഗ്മ 4 വരണമെങ്കിൽ സപ്പോസ് ഓർഡർ ഓഫ് സിഗ്മ 4 വരണമെങ്കിൽ then order of sigma 4 വരുന്ന കേസ് എപ്പോഴാ LCM of അല്ലേ LCM of length of cycles in sigma സിഗ്മയിലുള്ള സൈക്കിളുകളുടെ ലെങ്തുകളുടെ LCM 4 വേണം സിഗ്മയിലുള്ള സൈക്കിളുകളുടെ ലെങ്തുകളുടെ LCM 4 വരണമെങ്കിൽ ആലോചിച്ച് നോക്കിയേ 2 3 നമ്പേഴ്സിന് അത്രയേ ഉള്ളൂ 2 3 4 ആയിക്കോട്ടെ 2 3 നമ്പേഴ്സിന്റെ ഒക്കെ LCM 4 വരണമെങ്കിൽ ഏതൊക്കെ ഡിജിറ്റുകളുടെ LCM 4 വരണേ 4 ന്റെയും ഇവിടെ 6 ഉണ്ട് 4 ന്റെയും 1 ന്റെയും LCM 6 അല്ലേ ഇനി വേറെ LCM 4 അല്ലേ ഇനി വേറെ ആരുടെയെങ്കിലും LCM 4 വരുമോ 4 ന്റെയും 1 ന്റെയും LCM 4 വരും പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട് ഇവിടെ 4 + 4 + 8 1 + 1 9 എലമെന്റ് ആയി 9 ആയി അത് S9 വരുള്ളൂ S6 വരൂല S6 വരൂലല്ലോ ഇനി 4 ന്റെയും 2 ന്റെ LCM എത്രയുടെ 4 ന്റെയും 2 ന്റെ LCM 4 അല്ലേ വേറെ ഏതെങ്കിലും എലമെന്റുകളുടെ വേറെ ഏതെങ്കിലും ഡിജിറ്റുകളുടെ LCM 4 വരുമോ ഈ ഓപ്ഷൻസ് അല്ലാതെ ഈ രണ്ട് ഓപ്ഷൻസ് അല്ലാതെ വേറെ ഏതെങ്കിലും ആൾക്കാരുടെ LCM 4 വരുമോ വരത്തില്ലല്ലോ 411 ഉം 422 അല്ലെ 411 ഉം 422 അപ്പോൾ the structure of sigma may be
ഒന്ന് 1/2 into 4/1 or അടുത്തതോ 2/1 into 4/1. അപ്പൊ ഈ രണ്ട് സ്ട്രക്ചറിൽ ഈ സ്ട്രക്ചറിൽ വന്നാലും ഇവയുടെ സൈക്കിളുകളുടെ ലെങ്തുകളുടെ LCM 4 ആണ്. ഇവരുടെയും സൈക്കിളുകളുടെ ലെങ്തുകളുടെ LCM 4 ആണ്. ഈ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ഇനി ഈ സ്ട്രക്ചറിൽ വരുന്ന പെർമ്യൂട്ടേഷൻസിന്റെ എണ്ണം എത്രയാ? The number of permutations having the structure, the number of permutations having 1/2 into 4/1 as the structure. The number of permutations having 1/2 into 4/1 as the structure is എന്താ 1/2 into 4/1. The number of permutations in S6 having 1/2 into 4/1 as the structure is എന്താ വരിക? S6 അല്ലേ? അപ്പോൾ 6 factorial divided by 1/2 into 4/1 into 2 factorial into 1 factorial. അപ്പോൾ 6 factorial 6 5 4 3 2 1 4 into 2. അപ്പോ 90 അല്ലേ? 4 ഉം 2 ഉം കട്ട് ചെയ്താൽ 6 into 5 into 3. 90 elements ഈ സ്ട്രക്ചറിൽ 90 elements ഉണ്ട്. ഇനി 2/1 into 4/1 എന്ന സ്ട്രക്ചറിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? The number of permutations in S6 having 2/1 into 4/1 as the structure is ഈ സ്ട്രക്ചറിൽ വരുന്ന S6 എലമെന്റുകളുടെ എണ്ണം എത്രയാ? 6 factorial by 2/1 into 4/1 into 1 factorial into 1 factorial. അപ്പൊ എന്താ വരിക? 6 5 4 3 2 1 by 2 4 അല്ലേ? അപ്പൊ എത്ര വരും? അവിടെ 90 elements തന്നെയല്ലോ. 2/1 into 4/1 അപ്പൊ എന്താവും? Thus the number of elements of order 4 in S6 is number of elements in S6 having the structure 1/2 into 4/1 plus number of permutations in S6 having structure 2/1 into 4/1. 90 plus 90 180 elements ഉണ്ടല്ലേ? How many elements of order 2 does S6 have? How many
how many elements of order 2, how many elements of order 2 does S6 have? 5. How many elements of order 3 does S6 have? How many elements of order